ബുദ്ധി എന്ന പരിശുദ്ധാത്മദാനം വിശ്വാസ രഹസ്യങ്ങളുടെ ആന്തരിക അർത്ഥം വ്യക്തമാക്കി തരുന്ന ദാനമാണിത്. ഉദാഹരണത്തിന്, പരിശുദ്ധ ത്രിത്വമെന്ന വിശ്വാസ രഹസ്യം മനുഷ്യന്റെ യുക്തിസഹജമായ ബുദ്ധി കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മദാനമായ ബുദ്ധി ഈ രഹസ്യം വിശ്വാസയോഗ്യമാണെന്ന് ഗ്രഹിപ്പിക്കുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് ഞാനുണ്ടെന്ന് ഈശോ പറഞ്ഞു. മാനുഷിക ബുദ്ധിക്ക് ഇത് വിശ്വസിക്കുക പ്രയാസമാണെങ്കിലും ദൈവിക ബുദ്ധി ഇത് വിശ്വസിക്കുന്നു. തൻ്റെ ശരീരം ഭക്ഷിക്കണമെന്ന യേശുവിൻ്റെ പ്രബോധനം പലർക്കും കഠിനമായി തോന്നി. പക്ഷേ വിശുദ്ധ പത്രോസിന് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞു. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം വിശ്വസിക്കുവാൻ ബുദ്ധിയുടെ ദാനം ലഭിച്ചവർക്ക് എളുപ്പമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ ഈ ദാനം നൽകി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വച്ച് അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ബൈബിൾ പറയുന്നു, വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈശോയുടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഫലങ്ങൾ ഗ്രഹിക്കാൻ ഈ ദാനമുള്ള വ്യക്തികൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു. ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു എന്നത് വ്യക്തിപരമായി സ്വീകരിക്കുവാൻ ബുദ്ധി അവർക്ക് കഴിവ് നൽകുന്നു. മനുഷ്യ അവതാരം, മനുഷ്യരക്ഷ, പരിശുദ്ധ ത്രിത്വം, വിശുദ്ധ കുർബാന, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ സഭ എന്നീ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് ഈ ദാനം അറിവ് നൽകുന്നു. ദൈവം മനുഷ്യരുടെ യോഗ്യത നോക്കാതെ അവർക്ക് നൽകുന്ന ദാനമാണിത്. ഈശോയുടെ ശിഷ്യന്മാരിൽ പലരും വലിയ അറിവോ പാണ്ഡിത്യമോ ഉള്ളവരായിരുന്നില്ല. എങ്കിലും രക്ഷയുടെ രഹസ്യങ്ങൾ അവർ ഗ്രഹിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തു. വിവേകികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവീക നയം. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ജീവിതം ഇതിന് തെളിവാണ്. ബൈബിൾ പണ്ഡിതർ പറയുന്നു, വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വിശദീകരണം അത്ഭുതാവഹമെന്ന്. വിശുദ്ധ യോഹന്നാൻ വിവരിക്കുന്ന ദൈവസ്നേഹത്തിന് അവൾ നൽകിയ വ്യാഖ്യാനങ്ങൾ വേദപുസ്തക പണ്ഡിതരെ വിസ്മയിപ്പിക്കുന്നു. വിശുദ്ധയ്ക്ക് ഈ അറിവ് കിട്ടിയത് ബുദ്ധിയുടെ പരിശ്രമം കൊണ്ടല്ല, ദൈവിക വെളിപാടിലൂടെയാണ്, ആത്മീയ ശിശുത്വ വഴിയിലൂടെയാണ്. ശിശുക്കളെ മാതാപിതാക്കൾ എടുത്തുയർത്തുന്നത് പോലെ സ്വയം എളിമപ്പെടുന്നവരെ ദൈവം ഉയർത്തുന്നു. ബുദ്ധി എന്ന ദാനം നൽകി ദൈവം അനുഗ്രഹിച്ച പലരെയും കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട്. പുറപ്പാട് 31:3 ഊറിയുടെ മകൻ ബസാലേലിന് ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും കർത്താവ് നൽകി. സോളമൻ രാജാവിനു ദൈവം ബുദ്ധി എന്ന ദാനത്താൽ നിറച്ചു. ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ ബുദ്ധി കൊണ്ട് നിറഞ്ഞ 200 പേരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. സക്കറിയായ്ക്കും ജോബിനും ദാനിയേലിനും ബുദ്ധി സാമർഥ്യമുണ്ടായിരുന്നു. ബുദ്ധി എന്ന ദാനത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപിനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. പരിശുദ്ധാത്മാവിനെ ബുദ്ധിയുടെ ആത്മാവ് എന്ന് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നുണ്ട്. ദൈവമാണ് ഒരാൾക്ക് ബുദ്ധി നൽകുന്നത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ബുദ്ധി പുറപ്പെടുന്നു. സുഭാഷിതം 2:6. ബുദ്ധി ദൈവത്തിൽ കുടികൊള്ളുന്നു. യേശുവിൻ്റെ ബുദ്ധിയെക്കുറിച്ച് എല്ലാവരും അതിശയിച്ചു. ബുദ്ധി തന്നെയായ ദൈവം തന്നോട് ചോദിക്കുന്നവർക്ക് ബുദ്ധി ദാനമായി കൊടുക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ അറിയാൻ തനിക്ക് ബുദ്ധി നൽകണമെന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചു. ദൈവം ബുദ്ധി എന്ന ദാനം വിശ്വാസികൾക്ക് കൊടുക്കുന്നതിനായി വിശുദ്ധ പൗലോസ് പ്രാർത്ഥിച്ചു. ബുദ്ധി ആഗ്രഹിക്കുന്നവർ തിന്മയിൽ നിന്ന് അകന്ന് ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. വചനം വായിക്കുന്നവർക്കും നാവിനെ നിയന്ത്രിക്കുന്നവർക്കും ദൈവത്തെ സ്തുതിക്കുന്നവർക്കും ബുദ്ധി ലഭിക്കുന്നു. ബുദ്ധിയുടെ വൈശിഷ്ട്യം വ്യക്തമാക്കുന്ന ഏതാനും സുഭാഷിത വചനങ്ങൾ. സദ്ബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു. സദ്ബുദ്ധിയുള്ളവൻ അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു. വികടബുദ്ധി നിന്ദിക്കപ്പെടുന്നു. ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു. ബുദ്ധിമാന് അറിവ് ലഭിക്കുന്നു. ബുദ്ധിമാൻ വിജ്ഞാന കിരീടമണിയുന്നു. ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു. ചുരുക്കത്തിൽ ഈ ദാനം
വിശ്വാസികളെ പക്വതയിലേക്ക് നയിക്കുന്നു. അത് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ദൈവഹിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നു. ബുദ്ധി എന്ന ദാനം പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്ന ഒരു കൃപയാണ്. ഈ ദാനം കിട്ടുന്നതിനായി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്ന ബുദ്ധി എന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. വിവേകപൂർവം പെരുമാറാനും നന്മ ചെയ്യുവാനും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവ തിരുമനസ് അറിഞ്ഞു പ്രവർത്തിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. സുഹൃത ജപം. ജ്ഞാനപ്രകാശമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ.